കളക്ടർ സംവിധാനങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. ഇതുവരെ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. തീരുമാനം വരുന്നത് കാത്ത് ഞങ്ങളിങ്ങനെ വന്ന് കുറേ വീട്ടുകാരിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 9 മാസത്തോളമായി. 9 മാസം. 9 മാസമായി. വെട്ടമില്ല, വെളിച്ചമില്ല. സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡിൻ്റെ സൗകര്യം മാത്രമല്ലേ ഉള്ളൂ. ഷെഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്താ അവസ്ഥയെന്ന്. ഇഴജന്തുക്കളെ പേടിച്ചാണ് ഇപ്പോൾ ആകെപ്പാടെ 2-3 സ്ഥലത്തായി പാമ്പിനെ കണ്ടു തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഏതൊക്കെ ഷെഡുകളിൽ കയറില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വെട്ടമില്ലാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. വെട്ടവും നല്ല വീടുകളും. പ്രധാന ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ കൈവശരേഖ ഞങ്ങൾക്ക് വിട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം. അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വീട് മറ്റു ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു കാലതാമസം വലിയൊരു ബുദ്ധിമുട്ടായി ഞങ്ങളുടെ മുമ്പിൽ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അവസാന കളക്ടർ വന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് അറിയാം. അവസാന ഘട്ടത്തിൽ എത്തിക്കിടക്കുമെന്നാണ് പറഞ്ഞവർ. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നീട് ആൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പോഴത്തേക്കും ആൾക്ക് സ്ഥലം മാറ്റമായി. പുതിയ കളക്ടർ ഇല്ല വന്നിട്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ അതേപോലെ ഞങ്ങൾക്ക് മൊത്തം കൈ കാലെല്ലാം ചോർന്ന് പൊട്ടി. പിന്നെ അവിടുത്തെ നമ്മളെ ചാക്കുളി ആസ്പത്രിയിൽ ഇവിടെ നിന്ന് വന്ന് മരുന്നൊക്കെ കൊണ്ട് തന്ന് നമുക്ക് പോയതാണ്. പിന്നെ എന്നിട്ട് മാറ്റിയതാ. ഇപ്പോൾ ചെറുക്കണെ നിറച്ച ചൊറിയ കൈ കാലും മൊത്തം. ഇന്ന് രാത്രി മൊത്തം ഉറക്കില്ല. ഇനി വെള്ളത്തിനാണോ മണ്ണിൻ്റെയാണോ എന്നറിയില്ല. കൊതുകോ നമുക്കിപ്പോൾ വെള്ളത്തിനും പ്രശ്നം. വീടില്ല, കറണ്ട് ഇല്ല. പഞ്ചായത്ത് വെള്ളം ഒന്നും കിട്ടുന്നില്ല. നമുക്ക് അവിടുത്തെ അവർ ചേച്ചി വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി സഹായിക്കില്ല. മോട്ടർ വെള്ളം കിണറ്റിലുള്ള വെള്ളം അടിച്ച് ഇവിടെ കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ ഇട്ട് കുടിക്കും. നമ്മൾ എത്ര കാലം ഇങ്ങനെ കൂടുതൽ വെച്ച് താമസിച്ച് എത്ര ദിവസം ഇരിക്കും. കൂലിപ്പണി മാത്രമേ ഉള്ളൂ. അത് ഒരു ദിവസം കിട്ടുക, വേറെ ദിവസം കിട്ടില്ല. അത്രയും ബുദ്ധിമുട്ടിൽ ഞങ്ങളിപ്പോൾ കിടക്കണം. കൂലിപ്പണിക്കാണെങ്കിൽ ദൂരെ പോകണം, എന്നാലേ കൂലിപ്പണി ഒരു ദിവസം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടില്ല. അങ്ങനെ അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കണം. മഴയൊക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷെഡില്ല. ഷെഡൊക്കെ ഈ മഴവെള്ളം കുത്തിവെച്ച് പാമ്പ് കയറ്റം, ഇങ്ങനത്തുള്ള പ്രശ്നം. പാമ്പ്, തേള്, ഇങ്ങനത്തുള്ള സാധനമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കൊരു വാതിലോ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ മൊത്തത്തിൽ 39 വീട്ടുകാരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നും പോയി നിൽക്കുക. അവർ ഈ മലക്കപ്പാറയ്ക്ക് അതിഥി കാട്ടിക്കൂടെ വല്ല തേന തെള്ളിയ തേടി പോണതാണ്. ഇവിടെ മറ്റു തന്നെ ഇതുവരെ ഞങ്ങളുടെ ഈ കുടിലുകൾ നോക്കാനോ മറ്റു കാര്യങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. കളക്ടർ അവസാനം വന്ന് എന്തോ നിർദ്ദേശമൊക്കെ നൽകിയതാണല്ലോ, അതിനൊന്നും കാര്യമായില്ല. കളക്ടർ വന്നെന്ന് പറയുമ്പോൾ ആദ്യം കളക്ടർ മാത്രമേ വന്നിട്ടുള്ളൂ. പുതിയതായിട്ട് ചാർജ് എടുത്ത കളക്ടർ ഇന്ന് വരെ വന്നിട്ടില്ല. വരാമെന്ന് പറയല്ലാതെ ഇതുവരെ ഞങ്ങൾ എന്തിനാ ഏതിനാ ഇവർ എന്ത് ജാതിക്കാരാ എന്ന് പോലും ഇവർ അന്വേഷിക്കുന്നില്ല. മനുഷ്യരാണെന്ന് പോലുള്ള ചിന്ത ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ഒന്നെങ്കിൽ നിങ്ങൾ എന്തിനും ഇവിടെ കിടക്കുന്നല്ല, നിങ്ങളുടെ മാർഗങ്ങൾ എന്താണെന്നില്ല അന്വേഷിക്കണ്ടേ. ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇവിടെ കൈ വാളാത്തനും കാല് വാളാത്തനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വീടിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമെടുക്കുക. ഇത് ഞങ്ങൾക്ക് മറക്കാൻ എന്തെങ്കിലും ഒരു സെറ്റപ്പുകളോ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വരും. ഇതിനെപ്പറ്റി ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ആനയുടെ പുലിയുടെ ബായിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് അതിനെ പേടിക്കണ്ട. ഇവിടെ വന്നപ്പോൾ പാമ്പ് ശല്യമാണ് ഏറ്റവും പ്രശ്നം. ഈ പാമ്പശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല അവിടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്താ ദിവസം എന്ത് ജോലിയും കാട്ടിൽ വിഭവങ്ങൾ തേടി പോകില്ല? ഇല്ല, കാട്ടിൽ വല്ല തേനോ തെള്ളിയോ തേടി പോകുന്നേ ഉള്ളൂ. പിന്നെ പുഴയിൽ മീൻ പിടിക്കാനും ഞണ്ട് പിടിക്കാനും ഇങ്ങനെയൊക്കെ പോകും. പറമ്പിലെ ഉള്ള ആദായങ്ങളുടെ അടുത്ത് ഇതുപോലെ ടൗണിലൊന്നും പോകുന്നില്ല. ആഴ്ചയിലൊരു പ്രാവശ്യമേ പോവുള്ളൂ. അല്ല മാസത്തിൽ ഒരു പ്രാവശ്യം പോകും. വല്ല എന്തെങ്കിലും മേടിക്കാൻ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പോകാറില്ല. തിരിഞ്ഞു നോക്കാത്തൊരു MLA ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജയിച്ച് ഇവിടെ മുന്നോട്ട് പോയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇവരൊന്ന് നേരിട്ട് വന്ന് ഇവരുടെ ദുരിതം ഒന്ന് വിലയിരുത്താൻ പോലും തയ്യാറാവാത്തൊരു MLA ആണ് ഇവിടെ ഉള്ളത്. ഇതുവരെയായിട്ടും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ആകെ ഒരു തവണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രമേ വന്ന് കയറി തല കാണിച്ച് പോയിട്ടുള്ളത്. ഒപ്പം തന്നെ കളക്ടർ നേതൃത്വത്തിൽ ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു ABC ക്യാമ്പ് ഇവിടെ നടത്തി. ആ ക്യാമ്പ് നടക്കുന്നതിൻ്റെ സമയത്ത് ആൾ ഇതിൽ ഒന്ന് പോയി. ഞാനാണിത് നടത്തണമെന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു 8 കാലി മമ്മൂഞ്ഞിൻ്റെ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ എന്ന രീതിയിൽ ഇവിടെ വന്ന് കയറി തല കാണിച്ച് പോയി എന്നല്ലാണ്ട് ഇവരുടെ ജീവിത പ്രശ്നത്തിൽ ഇടപെടാൻ MLA തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം. പഞ്ചായത്ത് ഇവിടെ ഇവർ വീരാങ്കുടിക്കാരും അരേക്കാപ്പാരും ഇവിടെ വരുമ്പോൾ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെന്നി വരീസോക്കും ഇവരെ ശരിയായ രീതിയിലല്ല കണ്ടിരുന്നത്. ഇവർ ആൾ അയച്ച ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇത് നാടിൻ്റെ ശാപമായി മാറുമെന്ന രീതിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നത് ഡെന്നി വരീസോക്ക്. പക്ഷേ ഇവിടുത്തെ പൊതുപ്രസ്ഥാനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും ഇവർക്ക് നൽകിയ സപ്പോർട്ടും എല്ലാം കൊണ്ടും ഇവരിവിടെ വന്നത് ഇപ്പോൾ ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ അപേക്ഷിച്ച് ഒരു ഹാപ്പിയായ ജീവിതം, നല്ല സന്തോഷകരമായ ജീവിതമാണെങ്കിലും വീടില്ല, വീടിൻ്റെ നമ്പർ കിട്ടിയില്ല, തൊഴിലുറപ്പിൻ്റെ പദ്ധതികൾ ഇവർക്ക് ഇവിടെ പണിയാൻ തുടങ്ങിയില്ല. അങ്ങനെ ചില ജീവിത പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ നേരിടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1-2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത ചെയ്തിരുന്നു. നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഇത്രയും ദയനീയമായിട്ട് രീതിയിൽ താമസിക്കുന്ന ഒരു സമൂഹത്തെ പറ്റിയിട്ടാണ് ആ വീഡിയോ. അത് ആദിവാസി കുടുംബങ്ങളാണ്.
നമ്മുടെ മാരാങ്കോട് ആ കശുമാവിൻ തോപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് അവിടെ ആ തോട്ടത്തിൽ ഏകദേശം ഒരു 37-38ഓളം ആദിവാസി കുടുംബങ്ങൾ, അതിൽ അരേക്കാപ്പ് ഉന്നതിയിൽ നിന്നുള്ളവരുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തേക്കിൻകാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന ഭാഗത്ത് വീരാങ്കുടി ഉന്നതിയിൽ നിന്നുള്ള കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. ഇത് ഇവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. സർക്കാർ സംവിധാനങ്ങളും കളക്ടർ സംവിധാനങ്ങളും ഇവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൈവശ രേഖകളോ അല്ലെങ്കിൽ ഭൂരേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി വളരെ ദയനീയമായ രീതിയിലാണ് ഇവരിവിടെ താമസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, അർജുൻ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ഇപ്പോൾ ഈ ഭൂരേഖ കൈകളിലേക്ക് എത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഫോറസ്റ്റ് സംവിധാനം കേന്ദ്ര വന നിയമം അനുസരിച്ചുള്ള നിയമം പറഞ്ഞാണ് ഇപ്പോൾ ഈ ഭൂമി ഇവർക്ക് കിട്ടുന്നതിൽ നിന്നുള്ള ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. പുതിയ കളക്ടർ സന്ദർശിച്ചിട്ടില്ല. പുതിയ കളക്ടർ എന്തായിരുന്നാലും ഇവരെ കാണാനായിട്ട് വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും അതിദയനീയമായ സ്ഥിതി. ഇവർ മലക്കപ്പാറയിലാണ് താമസിച്ചത്. മലക്കപ്പാറയിലുള്ള ഇവരുടെ സ്വന്തം ഉന്നതിയിലുള്ള ഭൂമി മണ്ണിടിഞ്ഞു പോയതുകൊണ്ടാണ് ഇവരെ സർക്കാർ സംവിധാനം ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അവിടെ വന്യമൃഗ ജീവികളുടെ ശല്യമാണെങ്കിൽ ഇവിടെ പാമ്പിൻ്റെ ശല്യമാണ്. ചെറിയ കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ, അവിടെയൊക്കെ പാമ്പ് കയറി വന്ന് ഉള്ള അവസ്ഥ. ഏറ്റവും വിചിത്രമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ ഇപ്പോഴും ഒരു മനുഷ്യ സമൂഹമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമം. ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. റേഷൻ അരി കിട്ടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കൂലിവേല ചെയ്യണമെങ്കിൽ ആരെങ്കിലും കരിഞ്ഞാലായി, അല്ലാണ്ട് ഞങ്ങൾക്ക് ആരും ജോലി തരുന്നില്ല. കുറച്ച് ഉപ്പ് മേടിക്കും, വെളിച്ചെണ്ണ മേടിക്കും, അരി കിട്ടിയാലായി. അങ്ങനെയൊക്കെയുള്ള വളരെ ദയനീയമായ സ്ഥിതികളാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ ആ വീഡിയോ പങ്കുവച്ചതിന് ശേഷം LDFൻ്റെ മെമ്പർമാർ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. അവർ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും അവരോട് തിരക്കി. എന്തായിരുന്നാലും ഈ വിഷയം പഞ്ചായത്തിൽ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിലൂടെ ഇടപെടൽ നടത്താമെന്നാണ് LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഇവർ ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇവർക്ക് ഭൂമി ഇപ്പോൾ തരും എന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കണില്ല. അവസാനം ഇവരവിടെ ഒന്ന് കുടിൽ കെട്ടി താമസിച്ചു. ആ സമയത്ത് അതിനുശേഷം അവിടെ LDFൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മെമ്പർമാരൊക്കെ ചെന്ന് അവിടെ കാര്യമായിട്ട് ഇടപെട്ടിരുന്നു. ഇപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്ത് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കറണ്ട് ഇപ്പോൾ നിലവിലില്ല. മണ്ണെണ്ണ ചിലപ്പോൾ തെളിഞ്ഞാലായി. വളരെ ശോചനീയമായൊരു സ്ഥിതി. എന്തായാലും പഞ്ചായത്ത് സംവിധാനങ്ങളും മറ്റും ഇടപെട്ട് കളക്ടർ സംവിധാനം ഉൾപ്പെട്ട് കളക്ടർ എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ സന്ദർശിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി ആ പാവങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ഏകദേശം 135 ഏക്കറോളം വരുന്ന ഭൂമി ആണെന്ന് തോന്നുന്നു ഇവർക്കായിട്ട് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പല തരത്തിലാണ് ഓരോരുത്തർക്കും കിട്ടേണ്ട സ്ഥലങ്ങൾ. ഈ വിഷയത്തെ പ്രതി എന്തായിരുന്നാലും സംവിധാനങ്ങൾ ഇടപെടണം. അതിശോചനീയമായ രീതിയിലാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആദിവാസി കുടുംബങ്ങളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കാൻ സാധിച്ചത്. 2 ദിവസം മുമ്പ് ഇവിടെ ഒരു വീട്ടിൽ പാമ്പ് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇവരെ കിടപ്പോയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ ശോചനാവസ്ഥ നേരിട്ട് കണ്ട് അത് ബോധ്യപ്പെടാനും അത് ഞങ്ങൾ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാരാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഉന്നയിച്ച് ഇവർക്ക് വേണ്ട എല്ലാവിധ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സന്ദർശനം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൊടുത്തിട്ടാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇതൊരു തിരുവോണനാളിലാണ് അവിടെ മലക്കപ്പാറ വീരാങ്കുടി ഭാഗത്ത് വന്യമൃഗശല്യത്താൽ ബുദ്ധിമുട്ടുന്നവരെ പ്രളയത്തിലും ദുരിതത്തിലും ഇവരെ വീട് നഷ്ടപ്പെട്ട് ചെറിയ ഷെഡിൽ താമസിച്ചിരുന്ന ഇവരെ പുലിയും കാട്ടുമൃഗങ്ങളൊക്കെ എടുത്തുകൊണ്ടതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു ഭൂമി എന്ന നിലയ്ക്കാണ് അന്നത്തെ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി കളക്ടറെ നേതൃത്വമായി കളക്ടർ പങ്കുവഹിച്ചുകൊണ്ട് ഇവരെ തിരുവോണ നാളിലാണ് ഇവിടെ ഒരു കുടിൽക്കെട്ട സമരത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഇവർ 47 കുടുംബങ്ങൾ ഈ മാരാങ്കോട് ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. ഈ പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ തന്നെ ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിലേക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ജില്ലാ കളക്ടർ ഇതുവരെയായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല. ഈ പ്രശ്നങ്ങൾ ഇടപെടലുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രക്ഷോഭങ്ങളിലേക്കോ പ്രതിഷേധങ്ങളിലേക്കോ കടക്കാനായിട്ട് സാധ്യതയുണ്ടോ? ഞങ്ങൾ AKS എന്ന ഒരു സംഘടന ഇവർക്കുണ്ട്. ആ സംഘടന നേതൃത്വത്തിൽ പഞ്ചായത്ത് പഠിക്കലേക്ക് സമരം ആലോചനയുണ്ട്. ഒപ്പം തന്നെ കളക്ടറെ ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാരെ നിലയ്ക്ക് കളക്ടർ പോയി കാണാനുള്ള നോക്കുന്നുണ്ട്. കളക്ടർ പോയി നേരിട്ട് കണ്ട് ഇവരൊന്ന് കണ്ട് ബോധ്യപ്പെട്ട് കളക്ടറോട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള നിയമപരമായ കാര്യങ്ങൾ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്താൻ കളക്ടറെ ഉന്നതിയിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ മെമ്പർമാരെ നിലയ്ക്ക് കളക്ടർ പോയി നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.